കഴിഞ്ഞ ദീർഘവർഷമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ മദ്യപാന്മാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊള്ളുന്ന അവരുടെ സാക്ഷ്യമുള്ള ഒരു സമൂഹമായിട്ട് തീരുവാൻ തക്കവണ്ണം അനാംസ് പ്രവർത്തിച്ചിട്ടിരിക്കുന്നു. അനാംസിൻ്റെ ഒരു കേന്ദ്ര പ്രവർത്തന മേഖല ഇവിടെ തിരുവല്ലയ്ക്കടുത്തുള്ള കാക്കത്തിരുത്ത സാറിനൊക്കെ അറിയാം. കാരണം YMCAയുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് ആരംഭിച്ചതാണ് കാക്കത്തിരുത്ത്. ഇന്ന് YMCAയ്ക്ക് അവിടെ സ്ഥലമില്ലെങ്കിലും അവിടെ 150-150 വീട്ടുകാരുണ്ട്. അതുപോലെ തന്നെ അനാംസിൻ്റെ ഒരു കേന്ദ്രമുണ്ട്. മാർത്തോമ്മ സഭയുടെ ഒരു മിഷൻ സെൻ്ററായിട്ടും പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് കാക്കത്തിരുത്ത്. ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. അനാംസിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ കേരള സമൂഹത്തിന് വേണ്ടി നടത്തിയത്. എനിക്ക് ഒരു സന്തോഷമുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സർവേ ഒക്കെ എടുത്ത് തിരുവല്ലയിൽ ഒരു സർവേ ഒക്കെ എടുത്ത സമയത്ത് ഞാനും ആ സർവേയിൽ അന്ന് YMCAയുടെ ഒരു യുവജന വിഭാഗമായിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിൻ്റെ സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്ത് കൂടി വഴിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ അങ്ങനെയുള്ളവരുടെയൊക്കെ അടുക്ക പോയി ആ സർവേയിൽ പങ്കാളിത്തം വഹിച്ചത് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് 1-2 തവണ ഇവിടെ വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. മുമ്പ് എനിക്ക് വന്നത് ഒരു അച്ചാമ്മ കൊച്ചമ്മ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇവാഞ്ചലിക്കലെ ബിഷപ്പ് വന്നതായിട്ടുള്ള സമയത്ത് കൂട്ടത്തിൽ വരുവാനായിട്ടൊരു അവസരം ലഭിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എങ്കിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുവാനും, പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രിയപ്പെട്ട രാജ് ബ്രദർ, അദ്ദേഹം ഞങ്ങളുടെ അടുത്താണ്, മിക്കവാറും ഞങ്ങൾ കാണാറുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്നെ ഇങ്ങോട്ട് അദ്ദേഹമാണ് ക്ഷണിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള താലന്തുകളും കഴിവുകളും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർ, അറിഞ്ഞോ അറിയാതെയോ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോയവർ, എന്നാൽ അതിൽ നിന്ന് കരകയറിയതായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഓരോരുത്തരും. ഇപ്പം ഈ വീഡിയോ ഒന്നും എടുക്കുന്ന മറ്റൊന്നുമല്ല, ഇത് ഇവിടെ ജോസഫ് എന്ന് പറഞ്ഞ സഹോദരന് ഈ ദിവസങ്ങളിൽ അവിടെ വന്ന് ദൈവം ഒരു വിടുതൽ കൊടുത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോയും അതുപോലെ തന്നെ ലൈവ് റെക്കോർഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അത് കയ്യിലെടുത്തതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു എന്നുള്ളത്. ഓരോരുത്തരും വ്യത്യസ്ത നിലയിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ്. നമ്മളവിടെ ലഹരിക്ക് അടിമപ്പെട്ടതായിട്ടുള്ള ആളുകൾ, മദ്യപാനത്തിനും അതുപോലെ മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട ആളുകൾ, അവരെ താമസിപ്പിച്ച് ദൈവസ്നേഹം പങ്കുവെച്ച് മെഡിസിനൊന്നും ആവശ്യം വരാറില്ല. ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവരുമായിട്ട് ഇടപെട്ട് അങ്ങനെ ആ ദൈവസ്നേഹത്തിൽ അവർ വിടുവിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ സാക്ഷികളായി തീരുന്ന ഒരു പ്രവർത്തനമാണ് അനാംസിലൂടെ ചെയ്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും വിസിറ്റ് ചെയ്യുവാനും തുടർന്നും പ്രവർത്തനങ്ങളിൽ കഴിയുന്ന വിധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിലും ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേക സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രവർത്തനവും വിശ്വാസത്തിൽ ജോർജ് മുള്ളറിൻ്റെ ഒരു അനുഭവമാണ് ഇത് മുൻപോട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പ്രചോദിതമായത്. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയുന്ന സമയത്ത് ഞാൻ ചുരുക്കമായിട്ടത് പറഞ്ഞ് ഉള്ള സമയത്തിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരിമാരും ജോജോയും മുമ്പോട്ട് വന്നിട്ട് ഒരു പാട്ട് പാടാം. അതിനുശേഷം ഇവരുടെയൊക്കെ ചുരുക്കമായിട്ടുള്ള ജീവിത സാക്ഷ്യം, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒരുപക്ഷെ നാം ഭാരവും വേദനയൊക്കെ അനുഭവിക്കുന്നവർ എന്നൊരു പക്ഷേ ചിന്തിക്കുന്നെങ്കിൽ അതിലും അപ്പുറമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് കടന്നു വന്ന് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവരുടെ അനുഭവം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗം വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ
ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. എൻ്റെ പേര് മുരളീധരനാണ്. സ്ഥലം പാലക്കാടാണ്. ഞാൻ വെള്ളമടിക്കാൻ വെറും വെള്ളത്തിൻ്റെ ഭ്രാന്തനായിട്ട് നടന്ന ആളാണ്. ഒരു രക്ഷയില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലം ബോട്ട് ക്ലബിൻ്റെ അടുത്ത് ഇപ്പോൾ നിന്നതാണ്. നീ ജീവിതം വേണ്ട വെച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് ആ ബീച്ചിൽ പോയി നിന്നതാണ്. ഇതിനു മുമ്പ് ഇവിടെ ബീച്ചിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഇത് പ്രശ്നമായിട്ട് വർത്തമാനം പറഞ്ഞ് അതിന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഒരു കാർഡ് വേണം പറഞ്ഞ് കാർഡ് വാങ്ങിച്ചു. കാർഡ് വാങ്ങിയിട്ട് അന്ന് ഞായറാഴ്ച ദിവസം എനിക്ക് എവിടെ പോകാൻ വേണ്ടി തിങ്കളാഴ്ച രാവിലെ എവിടെയെങ്കിലും പണിക്ക്, ഞാൻ ഒരു ഹോട്ടലിൽ പണിക്കാരനാണ്, പാചകക്കാരനാണ്. നാളെ രാവിലെ എവിടെയെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുത്തിയിരുന്നു. പിന്നെ രാവിലെ നോക്കുമ്പോൾ ഒരു പണിയും കിട്ടിയില്ല, കയ്യിൽ 10 പൈസയില്ല. എന്താ ചെയ്യുന്ന ഒരു പഠിക്കുന്നു. പിന്നെ എന്നെ മരിച്ച എങ്ങനെയാണ്, വീട്ടിലേക്ക് വേണ്ട, നാട്ടിലേക്ക് വേണ്ട, മണ്ണെണ്ണ വേണ്ട, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരുന്നതാണ്. പിന്നെ എനിക്കൊരു ഈ വെള്ളം നീർത്താനുള്ള പരിപാടിൻ്റെ ആയിരുന്നു ഒരു കാർഡ് കിട്ടി. ആ കാർഡിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞ് സ്ഥലം ഇവിടെ ഇല്ല, തിരുവല്ലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്പർ തരാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മൊബൈലില്ല, 10 പൈസ കയ്യിലില്ല. ദൈവം പറഞ്ഞാൽ ഇങ്ങനെ ആരുടെ ഒരു മൊബൈൽ വാങ്ങി വിളിച്ചിട്ട് ഈ നമ്പർ തന്നിട്ട് ആ ഫോൺ തന്ന ആളുടെ അടുത്ത് തന്നെ വേറെ ഒരു മാസ്റ്റർ പറഞ്ഞ് അവൻ്റെ അടുത്ത് കയ്യിൽ 10 പൈസ ഇല്ല, അവനെ എങ്ങനെയെങ്കിലും തിരുവല്ലയ്ക്ക് എത്തിക്കണം പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ എനിക്ക് 100 രൂപ കയ്യിൽ തന്ന് ഞാൻ അവിടെ നിന്ന് നേരെ തിരുവല്ല വന്ന് ഇറങ്ങിയിട്ട് ജോയ് സാറ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് പറഞ്ഞു, നീ എവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ തിരുവല്ല ബസ് സ്റ്റോപ്പിലായിരിക്കും, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ആൾ വിടാമെന്ന്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു അനിൽ സാർ പറഞ്ഞിട്ട് അവരൊന്നിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് വന്ന ഒരു ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഇതെന്ത് ആസ്പത്രി പറഞ്ഞാൽ എന്നോടുള്ള പറഞ്ഞു, അവിടെ പോയാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിൽ ഒരു 10-15 ദിവസങ്ങളിൽ എല്ലാം ശരിയാവും പറഞ്ഞു. പിന്നെ ഇവിടെ പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ സാറോട്, ഈ സാറല്ല മറ്റൊരു സാറോട് ഇത്ര സാറേ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല, ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചു. ഞാൻ അവർ പറഞ്ഞ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് 2 ദിവസം 3 ദിവസം കുറിച്ച് കുറേ എങ്ങനെ പോയി കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന. പിന്നെ എന്തായിരുന്നു എൻ്റെ മനസ്സ് മാറി. അവിടെ നിന്നിട്ട് ഇപ്പോൾ നിൽക്കാൻ ഒരു 6 മാസമായി. എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് ദൈവത്തിനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആരുമില്ലാത്ത ഞാൻ അനാഥയാണ്, എന്നെ എങ്ങനെ രക്ഷിക്കണം പറഞ്ഞ്. അങ്ങനെ 21 ദിവസം കഴിഞ്ഞിട്ട് സാറ് എൻ്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ സാറ് എന്നോട് വാക്ക് പറഞ്ഞു, എനിക്ക് പാചകം പണി അറിയാമല്ലോ, ഞാൻ പാചകത്തിന് ഇവിടെ കുക്കായിട്ട് നിന്നോന്ന് പറഞ്ഞു. 6 മാസം നിൽക്കുമോ ചോദിച്ചു. നിൽക്കാമെന്ന് പറഞ്ഞു. ഈ 6 മാസം കൊണ്ടിൽ എൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ചയിലും കിട്ടി. ഇപ്പോൾ നല്ലൊരു മനസ്സിന് എനിക്ക് ആ കല്ല് കുടിക്കുന്ന ഒരു വിചാരമില്ല. എല്ലാവരും എങ്ങനെ എൻ്റെ ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയിച്ചില്ല. എല്ലാം എൻ്റെ മുമ്പ് കണ്ണിൻ്റെ വെളിച്ചം തന്ന് എല്ലാം നല്ലൊരു മനസ്സിനായിട്ട് ഞാൻ ഇരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയാൽ തീർച്ചയായും നിലവിലേക്ക് നമ്മൾ പോവുക പേടിച്ചിട്ടാണ് ഈ അനാംസിൽ ഞാൻ നിൽക്കുന്നത്. എനിക്ക് സഹായിച്ച് ഈ 2 ജോയ് സാറും അനിൽ സാറും നന്ദി. സാക്ഷ്യം പറഞ്ഞ മുരളീധരൻ, അത് നമുക്ക് വ്യക്തമായിട്ട് കേട്ടോ എന്നറിയത്തില്ല. കൊല്ലം ബീച്ചിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നിരാശനായിട്ട്, കാരണം 5-6 വർഷമായി വീട് വിട്ടിറങ്ങിയിട്ട്, വീട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ട, ജോലി ചെയ്യുക, മദ്യപിക്കുക, എവിടെയെങ്കിലും കിടന്നുറങ്ങുക, വീണ്ടും അല്ലെ ഒരു ജോലി വിട്ട് അടുത്ത ജോലിക്ക് പോവുക, അങ്ങനെ നിരാശനായിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ 2 കണ്ണും കാണാത്ത ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുക. അദ്ദേഹം ആ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു.
കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തി. അങ്ങനെ തിരുവല്ലയിലേക്ക് വന്നു. ദൈവം ഒരു വലിയ വിടുതലും എടുത്തു. നല്ലൊരു കുക്കാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ഭക്ഷണകാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന അദ്ദേഹമാണ്. ഞങ്ങളിതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, സംസാരിക്കാനൊക്കെ അവസരം ഒരുക്കി. അധികം താമസിയാതെ ഭാര്യയും മക്കളെയൊക്കെ കാണാനായിട്ട് ദൈവം അവസരം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഈ കരുതാനും സ്നേഹിക്കാനും ചിലരെ ദൈവം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ഭൂമിയുടെ പരപ്പിൽ കാണത്തില്ലായിരുന്നു, മണ്ണോട് മണ്ണ് ചേർന്നേനെ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു കരുതലാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ മുരളീധരൻ ചേട്ടന് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഈ അവസരത്തിൽ ചോദിക്കുന്നു. അതുപോലെ 1-2 സഹോദരന്മാരുണ്ട് വേറെ അത്യാവശ്യത്തിന് പോയത്, അവർ വഴിയിൽ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ അനാംസിൻ്റെ തന്നെ ഒരു ഡയറക്ടറായിരിക്കുന്ന CV ജേക്കബ് സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹം സെമിനാരി അധ്യാപകനും ആത്മീയ പ്രവർത്തനത്തിലൊക്കെ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവനാണ്. ഞാൻ ഇങ്ങോട്ട് നമ്മളിങ്ങനെ പോകുന്ന കാര്യം ഓർപ്പിച്ചപ്പോൾ കോളേജിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ വൈഫ് പിന്നിലിരിപ്പുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് ഈ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 28 വർഷമായിട്ട് ചെയ്തു വരികയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹോദരങ്ങൾ വന്നാൽ അവരെയും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അവസരം വേർതിരിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ ഈ വൈകാറായ വേളയ്ക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ തണലിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അടിയങ്ങൾക്ക് വന്ന് കാണുവാൻ, അടിയങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് ഈ പ്രിയപ്പെട്ടവരോട് പറയുവാൻ, പ്രിയപ്പെട്ടവരെ കരുതുന്ന ഒരു ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് മക്കളായിട്ടും സംരക്ഷകരായിട്ടൊക്കെ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തൻ്റെ മക്കളുടെ ത്യാഗം, സഹനം, സ്നേഹം, കരുതൽ, കരുണ, ഇതൊക്കെ എത്ര വലുതെന്നോർത്ത് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ തൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസരം, ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിപ്പാൻ ഒരു അവസരം കൊടുത്തതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതുപോലെ കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അമ്മമാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ കരുതുന്ന ദൈവത്തിനായിട്ട്, ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇതിൻ്റെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് പ്രവർത്തിക്കണം. ഞങ്ങൾ ചുരുങ്ങിയ നിമിഷങ്ങളെ ഇവിടെ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങളിലൂടെ ദൈവസ്നേഹം പകരപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കൂടെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളിലൂടെ പ്രിയപ്പെട്ടവരോട് ഇടപെടണം, മഹത്വം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാന് 5-ാം അധ്യായം. വേദനയുടെയും പ്രയാസത്തിൻ്റെയും നാളുകളല്ല. ശരിയായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മൾ വലിയ ഭാരമൊക്കെ വഹിച്ച് ഒരു കുന്ന് കയറി, ആ ഭാരക്കെട്ടുമായിട്ട് കുന്ന് കയറി, ആ കുന്നിൻ്റെ മണ്ടയിൽ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വലിയ ഭാരക്കെട്ട് അവിടെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ ആശ്വാസമായി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ ഒത്തിരി കഷ്ടം സഹിച്ചവരാ, ഒത്തിരി വേദന സഹിച്ചവരാ. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ മറ്റുള്ളവരെയൊക്കെ ഒത്തിരി സഹായിച്ചവരായിരിക്കാം. പക്ഷേ ഇനി നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നത് പുറത്തെങ്ങും പോയി ആരും പണിയൊന്നും എടുക്കണ്ട, വേണോ? ഇതിൻ്റെ തണലിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായിട്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നാളുകളാണ് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും കിട്ടത്തില്ല. വാർദ്ധക്യത്തിലേക്കൊന്നും എല്ലാവരും എത്തിച്ചേർന്നെന്ന് വരത്തില്ല. ചെറുപ്പത്തിൽ തന്നെ എത്രയോ പ്രിയപ്പെട്ടവർ. എൻ്റെ ഒരു സഹോദരൻ്റെ മകള് കഴിഞ്ഞ വർഷം, ഇപ്പോൾ 1 വർഷം ആകുന്നതേ ഉള്ളൂ, 25-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കല്യാണം കഴിഞ്ഞു 40 ദിവസം മാത്രമേ ആയുള്ളൂ. അത് മദ്യലഹരിയിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു സൈഡിൽ വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ പുറകെ വന്ന വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപ്പം ആ മകൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റിയില്ല, വാർദ്ധക്യത്തിൽ എത്താൻ പറ്റിയില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം ദൈവം തന്നു. ഇത് നമുക്ക് വെറുവിറുക്കാനുള്ള സമയമല്ല, സന്തോഷിക്കാനുള്ള സമയമാണ്.
നമ്മളൊന്നിനെക്കുറിച്ചും ഇനി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. പക്ഷെ നമുക്കിപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് സന്തോഷിക്കുവാൻ ദൈവം തന്ന നന്മകൾ ഓർത്ത് അത് അനുഭവിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള നാളുകളാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 38 വർഷമായിട്ട് മനുഷ്യൻ കൊളക്കരെ കിടക്കുകയാണ്, രോഗിയാണ്, ആരും സഹായിപ്പാനില്ല. പക്ഷെങ്കിൽ ആരും സഹായിപ്പാനില്ലാത്തവരെ കാണുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ദൈവം അവിടേക്ക് ചെന്നു, അവൻ്റെ അടുക്കലേക്ക് ചെന്നു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിക്കുക. അപ്പൊ പറയുക, യജമാനനെ, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് സഹായകനായിരിക്കുന്ന ഒരു യേശു കർത്താവ്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞ സാക്ഷ്യവത, അവരെ സഹായിച്ചതും ഞങ്ങളൊന്നുമല്ല. കാരണം ഇത് ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങാൻ ഒരു മുഖാന്തരമായി തീർന്നത് ഇതുപോലെ നഷ്ടപ്പെട്ട് ഭാരപ്പെടുന്നവരെ, മദ്യപാനത്താലൊക്കെ ഭാരപ്പെടുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രി ഇവിടെ മർത്തമ കോളേജിലായിരുന്നു. അതുപോലെ പിന്നീട് തിരുത്തിക്കാട് പഠിക്കുന്ന സമയത്താണ് ചില പേരൻസിൻ്റെ, പിതാക്കന്മാരുടെ മദ്യപാന നിമിത്തം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം. ആ സമയത്ത് തന്നെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സാറാണ്, ജേക്കബ് സാറ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 28 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരം തരുന്നു. പിന്നെ ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ അനാംസിൻ്റെ പ്രവർത്തനവും ഒരു സഭയുടെ അണ്ടറിലോ അല്ലെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് ചെല്ലുമ്പോൾ പലരും ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ഇടയിലെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവൻ്റെയൊക്കെ കയ്യിലിരിപ്പുണ്ടല്ലേ, അവനൊക്കെ അനുഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങളെന്തിനാ അതിൻ്റെ പുറകെ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, ആരും സഹായിപ്പാനില്ലാത്ത സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ കയ്യിലൊരു പുസ്തകം കിട്ടി, ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകം. ആയിരക്കണക്കിന് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തിയതായിട്ടുള്ള ജോർജ് മുള്ളർ ഓരോ നേരത്തെ ആഹാരം പ്രാർത്ഥിച്ച് വാങ്ങുന്ന ആ ചരിത്രം വായിച്ചപ്പോൾ എനിക്കും മനസ്സിലായി, മുള്ളർ മരിച്ചെങ്കിലും മുള്ളറിൻ്റെ ദൈവം എന്ത് ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. ആ ദൈവം ജീവിക്കുന്നെങ്കിൽ ഈ പ്രവർത്തനത്തെ ദൈവം നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചുവടുവെച്ചതാണ്. ഈ 28 വർഷമായിട്ട് ഞങ്ങൾക്ക് ആഹാരം മുടങ്ങിയിട്ടില്ല. ആവശ്യങ്ങൾക്കൊന്നും ഒരു മുടക്കം. എന്നാൽ വലിയ സമൃദ്ധിയാണോ എന്നല്ല, ചിലപ്പോൾ ഇല്ലാതെ വരും. ചിലപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കും. അടുപ്പത്ത് വെച്ച് അരി കാണത്തില്ല, വെള്ളം തിളപ്പിച്ചിടും, സ്തോത്രം ചെയ്യും. കൃത്യസമയത്ത് അവിടെ ആഹാരം ലഭിക്കും. ഒരു നേരം പോലും പട്ടിണിക്ക്. ഇപ്പം ചിലപ്പോൾ ചോറ് തന്നെ കിട്ടണമെന്നില്ല. ഒരിക്കൽ അവൻ ഓർക്കുന്നുണ്ട്, എന്താ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്താ ആരോടും പോയി ചോദിക്കുന്നില്ല. അവിടെയുള്ള ഇതുപോലെ അന്നും ഒരു 10-12 പേരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ തയ്യാറാണോ? നമ്മളെന്ത് ആരോട് ചോദിക്കുന്നില്ല, നമുക്കെന്ത് ചെയ്യും, പ്രാർത്ഥിച്ച് കിട്ടുന്നവരെ അരി തീർന്നാൽ ഇനി മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. അപ്പം അരി തീർന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, അരി വരുന്നില്ല. അപ്പോൾ ഉച്ചയായപ്പം അരിയില്ല. പക്ഷേ അന്നേരം ഒരു അടുത്തുള്ള ഒരു സ്ത്രീ, അന്ന് കാരക്കല സെൻറ്റർ, തലയിൽ ഒരു ചക്കയൊക്കെ വെച്ച് കുറേ തേങ്ങയൊക്കെ ആയിട്ട് അവിടേക്ക് വന്നു. അത് വെച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുക. പിന്നെ ബോധം ഉണ്ടായത്, എന്താ വയറ് നിറഞ്ഞാൽ പോരെ, ചോറ് തന്നെ കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ എന്ത് ചെയ്തു, അതെടുത്ത് വേവിക്കാൻ പറഞ്ഞു. ആ സഹോദരങ്ങൾ അതെടുത്ത് വേവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അന്നത്തെ കാര്യം അങ്ങനെയായി. പിറ്റേ ദിവസം രാവിലെയും അരി വന്നില്ല. നമ്മൾ അരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴും ചിന്തിച്ചിടാ, അതിൻ്റെ ബാക്കി ചക്ക രാവിലെ പുളി വെച്ചിട്ടുണ്ട്, അത് തിന്നാ മതിയല്ലോ, വയറ് നിറഞ്ഞാൽ പോരെ, അതും കഴിച്ചു. പക്ഷെ അങ്ങനെ ആരോടും ചോദിക്കാനൊന്നും പോയില്ല. പിറ്റേ ദിവസം ഉച്ചയാകുന്നതിന് മുമ്പ് 2-3 ഫോൺ കോള്. ഇപ്പോൾ ഒരാൾ ഒരു 5 കിലോ അരിയായിട്ട് ഇവിടെ വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരാൾ 1 ചാക്കരി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരാൾ വിളിച്ചു, ഒരു 20 കിലോ അരി അവിടെ വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പം അല്പം വെയിറ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ എത്ര, 95 കിലോ അരി ഞങ്ങൾക്ക് കിട്ടിയത്. പറഞ്ഞ ദൈവം അത്ഭുതവാനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ എനിക്കും അറിയാം ഈ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പിൻപിലുള്ള ത്യാഗം എന്താണെന്ന്. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ ഈ നാളുകളിലൊക്കെ ഇവിടെയും അനുഭവിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരിലൂടെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സന്ദേശത്തിലൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ള ഇതാണ്, ആരുമില്ലാത്തവർക്ക് വേണ്ടി 38 വർഷമായി കൊളക്കരയിൽ കിടന്നതായിട്ടുള്ള, എനിക്കാരുമില്ല എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി അവിടെ കടന്നു വന്നതായിട്ടുള്ള ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളുടെ അടുക്കലും എത്തിയിരിക്കുകയാണ്. അതൊരു പക്ഷേ നമുക്കറിയാം, ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ഒക്കെ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളെ വന്ന് കാണുവാനും നിങ്ങളുടെ അടുക്കലേക്ക് എത്തുവാനും ഒക്കെ പ്രചോദനമായി തീർന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ ആരംഭിക്കാൻ ഇടയായി തീർന്നതും ആര് മുഖാന്തരമാണ്? ഈ യേശു കർത്താവിൻ്റെ
മറ്റുള്ളവരെക്കുറിച്ച്, നഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള സ്നേഹമാണ്. ഇവിടെയുള്ള ഓരോ സഹോദരന്മാർ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചല്ലോ. ഇവരൊക്കെ ഭൂമിയിൽ മാറ്റപ്പെടേണ്ട സ്ഥാനത്ത്, നഷ്ടപ്പെടേണ്ട സ്ഥാനത്ത് അവരൊക്കെ എന്ത് ചെയ്തു? ദൈവം സ്നേഹിച്ച് നഷ്ടപ്പെടാതെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഈ നാളുകളൊക്കെ നമുക്ക് കഴിയും. നമുക്കറിയാം, ഇപ്പം നമ്മൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആരും സഹായിപ്പാനില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച് ഇനി നമ്മുടെ നിത്യതയും ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാകുവാനായിട്ട് ലഭിക്കുന്ന ഒരു സന്ദർഭം, ഇവിടെ ലഭിക്കുന്ന നല്ല പാഠങ്ങൾ, ദൈവത്തിൻ്റെ വചനം, പ്രാർത്ഥന, ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ ദൈവം മേലാലും അധികം നന്മകളാൽ നിറച്ച് അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവിടെ നിർത്തുവാണ്, ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ ജേക്ക് സാറും ചില വാക്കുകൾ ഇങ്ങോട്ട് വന്നിവരോട്. ഞാൻ ഇവിടെ ഒരു അപരിചിതനല്ല. പ്രിയപ്പെട്ട സാറ്, അത്യാവശ്യം സാറ്, പ്രിയപ്പെട്ട സഹോദരനെല്ലാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, ദീർഘവർഷങ്ങളായിട്ടുള്ള. ഞാൻ ഇന്നലെ 2-3 ആഴ്ചയായിട്ട് നേപ്പാളിലായിരുന്നു. അത്യാവശ്യം സാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും, കുഞ്ഞുട്ടി അത്യാവശ്യനും ഒക്കെ അവിടുത്തെ പ്രിയപ്പെട്ടവരാണ്. അവിടെ ഭൂകമ്പം, വെസ്റ്റേൺ നേപ്പാളിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഞാൻ 86 മുതൽ അവിടെ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിച്ചതായതുകൊണ്ട് ധാരാളം ആളുകളുണ്ടായിരുന്നു. ധാരാളം പേര് ജീവൻ പോയി. വളരെയധികം ആളുകൾ ഈ കൊടുന്തണുപ്പത്ത് വഴിയിലൊക്കെ കിടപ്പുണ്ട്. അവർക്ക് കുറച്ച് സഹായം എത്തിക്കാനായിട്ടാണ് പോയത്. ഇന്ന് പ്രിയ ജോർജ് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായി. കാരണം ഞാനും 10-15 വർഷം മുമ്പ് വഴിയിൽ കിടന്ന 1-2 പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് അവർക്ക് അഭയം അരുത്, ഈ അഭയഭവനമാണ്. ഇതിന് നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വഴിയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ വഴിയിൽ ടയർ പഞ്ചറായി കിടക്കുമ്പോൾ ആരെങ്കിലും വന്നൊന്ന് സഹായിക്കുന്നതും തീർച്ചയായിട്ടും ദൈവം അയക്കുന്ന ദൈവദൂതനാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ദൈവദൂതന്മാർ അനേകർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രിയപ്പെട്ടവർ ഇവിടെ പേര് അഭയ ഭവനമൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കലേക്ക് എത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ഒരു സംശയമില്ല. പ്രിയ ജോർജീസ് സാറ് ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ അനാംസായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഏകദേശം 4,000-ഓളം ആളുകൾ ഇപ്പോൾ നമ്മുടെ കാക്കത്തുരുത്തുള്ള അല്ലെങ്കിൽ അവിടെ മുക്തിഭവനിൽ വന്ന് വിടുതൽ പ്രാപിച്ച് പോയിട്ടുണ്ട്. പലരുടെയും അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്, വഴിയിൽ കിടക്കുന്നത്, എല്ലാവരും ത്യജിക്കപ്പെട്ടവർ. എന്നാൽ ഇങ്ങനെയുള്ളവരെ കരുതുവാൻ, പ്രത്യേകിച്ചും ഈ അഭയഭവൻ ഇവിടെ സ്ഥാപിക്കുവാനും ഇത്ര നല്ലതായിട്ട് പോകുവാനും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, എനിക്കും നല്ലോണം അറിയാം. ഇതിൻ്റെ പല ബോർഡുകളുണ്ട്, നേതൃത്വം നൽകുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. അവരിൽ കൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത് നമ്മളല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കാരണം മനുഷ്യനായിട്ട് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വചനം പറയുന്നുണ്ട്, എന്തുവാ? യഹോവ പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു, യഹോവ കാക്കാതിരുന്നാൽ കാക്കുന്നവൻ വൃഥ ജാഗരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം, ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താലും നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അത് മാത്രമല്ല, കൊടുക്കുന്നത് വർദ്ധിക്കുവാൻ യേശു കർത്താവിൻ്റെ വചനം മുഴുവൻ അങ്ങനെയാണ്. എന്തുവാ? കർത്താവ് ഒരു വലിയ ജനക്കൂട്ടം, ഇപ്പം 1000കണക്കിന് ആളുകൾ, അവരുടെ അടുക്കൽ എന്തുണ്ട് കൊണ്ടു കൊടുക്കാൻ? 5 അപ്പവും 2 മീനും മാത്രം. എന്നാൽ കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്തപ്പോഴാണ് അത് 1000കൾക്ക് അനുഗ്രഹമായി മാറിയത്. തീർച്ചയായിട്ടും ഇവിടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ റിട്ടയർഡ് ലൈഫിലാണെങ്കിലും കുഞ്ഞുങ്ങൾ കൂടെ ആണെങ്കിലും മറ്റാരെങ്കിലും കൂടെ ആണെങ്കിലും ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു ഗ്ലാസ് വെള്ളം പോലും ഇത് എത്തുന്ന ആളുകളിൽ അവർക്കൊരു അനുഗ്രഹമാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിൽ കൂടെ കർത്താവ് നമ്മുടെ ഭവനത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളെ, ഭവനത്തെ അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ, അത് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഇഫ് യു ഗിവ് എ കോൾഡ് വാട്ടർ, കപ്പ് ഓഫ് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പലപ്പോഴും
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എത്തിപ്പെടാൻ ഇടയാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ടി വി ആണെങ്കിലും ഒക്കെ പലപ്പോഴും അതിനെ ഒരു നല്ല രീതിയിലല്ല ചിത്രീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നത് ജീവിതത്തിൻ്റെ എല്ലാം തീർന്ന ഒരു അനുഭവത്തിലല്ല വന്നിരിക്കുന്നത്. പിന്നെ എന്താ ഇവിടെ ദൈവം നമ്മെ കൊണ്ടുവന്നത്? അല്പസമയം മുമ്പ് പ്രിയപ്പെട്ടവൻ കൊല്ലം കടപ്പുറത്തുനിന്ന് കാക്കത്തൂർ തിരുവല്ലായിൽ എത്തിയത് അത് ജീവിതത്തിൻ്റെ എല്ലാം ഇനി തീർന്നു പോയെന്നല്ല, പലതിൻ്റെ തുടക്കം ഇവിടെ വന്ന യാതൊരു സംശയമില്ല. മനസ്സിലായല്ലോ? എൻ്റെ അമ്മ ഏകദേശം ദീർഘവർഷങ്ങൾ കിടന്നിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത്. അപ്പം ഞങ്ങളത് നോക്കിയേ, ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ കണ്ണുകൊണ്ട് നോക്കി, എൻ്റെ ഭാര്യ അല്ലേ, സാധാരണ ഞങ്ങൾ ആണുങ്ങൾ വീട്ടിൽ അമ്മമാരൊക്കെ കിടപ്പായപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ എങ്ങനെ നോക്കുന്നത്? കണ്ണുകൊണ്ട് നോക്കും. പക്ഷെ അവരെ ശരിക്കും നോക്കുന്നത് ആരാ നോക്കുന്നത്? അമ്മമാരാ, കൊച്ചന്മാർ, എൻ്റെ വൈഫ് അല്ലേ, അവരാ. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ ഭയങ്കര തിരക്കുകാരല്ലേ, രാവിലെ പോവും വരും, ഫോൺ കോളുകൾ, പേപ്പർ വർക്ക്, ഫോണും വരണം, ഇതൊക്കെ ഞങ്ങൾ ബാങ്കിലെ ഡീൽ ചെയ്യുന്നതൊക്കെ ഞങ്ങളാണ്. പക്ഷേ എക്സ്റ്റേണൽ അഫയേഴ്സ്, പക്ഷേ ഹോം അഫയേഴ്സ് നോക്കുന്ന ആരാ? നിങ്ങളാ അല്ലേ, സഹോദരിമാരാ, അമ്മമാരാ. അപ്പോൾ എൻ്റെ വൈഫ് നോക്കി. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എന്നോട് ഞാൻ അങ്ങനെ വേറെ 1-2 സ്ഥലങ്ങളിൽ പോയപ്പം ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഈ ബെഡിഡനായിട്ട് അനങ്ങാൻ വയ്യാതെ ബെഡ് സോറൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ഇനോ. അപ്പോൾ അന്നേരം ചോദിച്ചു, അപ്പോൾ എന്താ, ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ, ദൈവം സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചപ്പോൾ ദൈവനോട് സംസാരിച്ചത് എന്നറിയോ? ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ അമ്മയെക്കുറിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ദൈവം ഈ ഭൂമിയിൽ നിന്ന് വിളിക്കും. പക്ഷേ ആ കട്ടിലേ കിടത്തിക്കൊണ്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനസ്സിലായല്ലോ? അഭയഭവനി വന്നാലും മുക്തിഭവനി വന്നാലും സ്നേഹഭവനി വന്നാലും ഏത് ഭവനി വന്നാലും ജീവിതത്തിൻ്റെ എല്ലാം തീർന്നു പോയിട്ടില്ല. ജീവിതത്തിൻ്റെ എല്ലാം, അയ്യോ എൻ്റെ മക്കളെ ഉപേക്ഷിച്ച്, എൻ്റെ വീട്ടുകാരുപേക്ഷിച്ച് എല്ലാം തീർന്നു പോയേ അല്ലേ? അല്ല, തീർന്നിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മൾ പാടുമ്പോൾ, വാക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ അങ്ങനെ ആണെങ്കിൽ എന്തുവാ, സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും എന്തുവാ ഞാൻ 1986 നേപ്പാളിലെത്തിയത്. അപ്പോൾ അവിടെ അന്ന് അക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്, ദീർഘവർഷം. അപ്പോൾ ഞാനന്ന് അവിടെ എത്തിയത്, ഇവിടുന്ന് 4 ദിവസം ട്രെയിന്, 2 ദിവസം ബസ്, 3 ദിവസം നടന്ന് അങ്ങ് ടിബറ്റിൻ്റെ അടുത്തൊരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ അപ്പം നമ്മുടെ പ്രിയ അത്യാലി സാർ, കുഞ്ഞുടി സാർ, അത്യാലി അച്ഛനൊക്കെ പറഞ്ഞു കാണും, വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടെ മിഷനറി പറഞ്ഞ് ഇതുപോലുള്ള ഭവനങ്ങളുണ്ട്. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന, യേശുവിൽ കൂടെ ജനത്തെ സ്നേഹിച്ച് വലിയ ഹോസ്പിറ്റലൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ഡീസൽ അടിച്ച് പലപ്പോഴും പിന്നെ ചുമന്ന് കിലോമീറ്ററുകൾ അനേക മണിക്കൂറുകൾ നടന്ന് ഡീസലൊക്കെ കൊണ്ടുവന്ന് അത് പ്രവർത്തിപ്പിച്ചൊക്കെയാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരുണ്ട്, മറ്റ് വിദേശ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കാതറിൻ ഉണ്ടായിരുന്നു, യങ് ഡോക്ടർ, 28 വയസ്സേ ഉള്ളൂ. പക്ഷേ മിടുക്കിയായ ഒരു ഡോക്ടറാണ്. ജീവിതം കർത്താവിൻ്റെ യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, മിഷണറിയായിട്ട് പ്രവർത്തിച്ചു, വന്നു. അതിൻ്റെ ഇച്ചിരി ലാംഗ്വേജൊക്കെ പഠിക്കണം. അങ്ങനെ അദ്ദേഹം ആ പുള്ളിക്കാരത്തി 2-3 ദിവസം നടന്ന് ഈ ആംപീപ്പിൾ, ഗോർഖ ഡിസ്ട്രിക്റ്റിലെ ആംപീപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആംപീപ്പിൾ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കുറച്ച് ദിവസമായി വന്നു. ആദ്യത്തെ 2-3 ദിവസം ഇങ്ങനെ ഈ ആന്ത്രോപോളജി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ആ വിഷയത്തിനകത്ത് 3 തരത്തിലുള്ളതായി. ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ ഒന്നിൽ എന്ത് ചെയ്യും, ആദ്യത്തെ 2-3 ദിവസം നമ്മളെല്ലാം നോക്കിക്കാണും. കുഴപ്പമില്ലല്ലോ, ഇവിടുത്തെ മേശയും ബിൽഡിംഗ് ഒന്നും കുഴപ്പമില്ല, ചോറൊന്നും കുഴപ്പമില്ല. 2-3 ദിവസം കഴിയുമ്പോഴാണ് തീരുമാനിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. ആദ്യത്തെ പറയുന്ന ടൂറിസ്റ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ടൂറിസ്റ്റ് ആദ്യത്തെ 2-3 ദിവസം. 3-4 ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മളിത് സ്വീകരിക്കണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കും അല്ലേ? ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിലാകുമ്പോൾ ചിലർ അക്സെപ്റ്റ് ചെയ്യും, ചിലർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാതറിന് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അവിടെ എന്തോ ഉണ്ടെന്നറിയാമോ, ഭയങ്കര വേൽക്കാലം, ഈച്ച ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരിക്കുന്നവരൊക്കെ കണ്ടു കാണും അല്ലേ? വഴിയറമ്പിക്കുള്ള ആഹാരവും ജിലേബിയും ലഡുവിൻ്റെ ഒക്കെ പുറത്ത് പലപ്പോഴും നമ്മൾ 10 രൂപ കൊടുത്ത് ജിലേബി മേടിക്കും. ആദ്യം ഒരു കട്ട ഈച്ച എടുത്ത് മാറ്റി വെച്ചാണ് നമുക്ക് 5-6 ജിലേബി എടുത്ത് തരുന്നത്. അത് തന്നെയല്ല അവിടെ പലപ്പോഴും തവിയില്ല അല്ല. ഈ പ്രാവശ്യം ബീഹാറിൽ ഞാനൊരു കൊച്ചു എവിടെയാണ്, പൂർണിയ എന്ന് പറയുന്ന സ്ഥലത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചെന്ന് ആ റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയിൽ പിന്നെ ഹോട്ടലുണ്ട്. അത് കൊച്ചു എന്താ ഡാബ പോലുള്ള ഹോട്ടലുകളാണ്. അപ്പോൾ വിശന്ന് അങ്ങോട്ട് കയറിയപ്പം അവിടെ ഒരാൾ വഴിയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുള്ളി ആ വെള്ളത്തിൽ കൈയിട്ട് ഇങ്ങനെ ചെയ്തേച്ച് കൈ കൊണ്ടാണ് ചോറും കറിയും സബ്ജിയും ഒക്കെ എടുത്തിരുന്നത്. അവിടെ ഈ തവി എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ അപ്പം ഈ കാതറിന്
ഇവിടെ വന്നു, അത് പ്രവർത്തിക്കാൻ തുടങ്ങി, ജോലി ചെയ്യാൻ തുടങ്ങി. 1-2 ആഴ്ച കഴിഞ്ഞു. പക്ഷേ ഈച്ച ഭയങ്കരം, ഈച്ച ഒരു രക്ഷയില്ല. കാരണം അവരുടെ ദേശത്ത് അവർ വളർന്ന അമേരിക്കയിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമുള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ല. ഈച്ച രാവിലെ എഴുന്നേറ്റാകുമ്പോൾ ഈച്ചയുടെ ശൈലി കാരണം ഭയങ്കരമാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ബാക്കി ഞങ്ങളെല്ലാം ഇതുമായിട്ടൊക്കെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാതലിൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ഈച്ച മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാറ്റിച്ചു. ഒരു രക്ഷയില്ല. ഒരു ദിവസം 2 ദിവസമായി ഷി വാസ് ഫെഡപ്പ്, അതുമായിട്ട് അങ്ങ് ഫെഡപ്പ് ആയി. ഒരു രക്ഷയില്ല. അവസാനം ഞങ്ങളോടെല്ലാം പറഞ്ഞു, എനിക്ക് രക്ഷയില്ല, ഞാൻ ഇവിടുന്ന് പോവാം. കാരണം എന്തുവാ? ഈച്ച കാരണം. കാരണം ആ ഈച്ചയുണ്ട്, പിന്നെ കുറച്ച് ബഗ്സ് ഒക്കെ ഉണ്ട്, ഈ കടിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും ഈ റബ്ബർ തോട്ടത്തിനടുത്ത് താമസിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഈ കാതലിൻ പോകാൻ തീരുമാനിച്ച ദിവസമായപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം നല്ല മിടുക്കിയായ ഒരു ഡോക്ടർ. ഒന്നാമതേ ഇതുപോലുള്ള സ്ഥലത്ത് മിഷണറി ഡോക്ടേഴ്സ് എത്തത്തില്ല. വളരെ മിടുക്കിയാണ്, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഒരു ഡോക്ടറാണ്. ഭയങ്കര മിടുക്കിയാണ്, വലിയ ആക്റ്റീവാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പക്ഷേ പോകാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് ഒരു രക്ഷയില്ല. കാരണം ദേഹം എല്ലാം അപ്പോഴത്തേക്കിന് മുറിവായി ചൊറിഞ്ഞ് ആയി. കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ പോകുന്ന ദിവസത്തിന് തൊട്ട് തലേ ദിവസം ഞങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ബൈ പറയാനായിട്ട് ഒന്നിച്ചുകൂടി. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ച് കെട്ടി വേറെ ആളുകൾ നമ്മൾ കൂട്ടി മണിക്കൂറുകളും ദിവസം നടന്ന് ബസ് വരുന്നിടത്ത് എത്തി. അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനും അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം കാതലിൻ ഒത്തിരി കരഞ്ഞു. പോയി പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചാണ് ഇവിടെ നീ എന്നെ കൊണ്ടുവന്നത്. എനിക്ക് വയ്യ കർത്താവേ, എൻ്റെ ദേഹം കണ്ടോ, ഞാൻ ഇവിടുന്ന് പോവുക. ഉടനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്പസമയം ഇങ്ങനെ ഇരുന്നപ്പം ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, കാതലിനെ, നീ പ്രാർത്ഥിച്ചല്ലേ ഇവിടെ വന്നേ ആന്നു. ഇവിടെ വന്നപ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ എല്ലാത്തിനു വേണ്ടി സ്തുതിച്ചോ. പക്ഷേ ഈ ഈച്ചയ്ക്ക് ഇവിടുത്തെ ബഗ്സിന് വേണ്ടി നീ ദൈവത്തെ സ്തുതിച്ചോ. എപ്പോഴും കഴിഞ്ഞ 2 മാസമായിട്ട് നീ രാവിലെ മുതൽ വയ്യോളം ദൈവമേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതിന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവമേ ഈച്ച എന്ന് പറയും. നീ എപ്പോഴെങ്കിലും ലോർഡ് വി താങ്ക് യു ഫോർ ദിസ് ഫ്ലൈസ് ആൻഡ് ബഗ്സ് പ്രാർത്ഥിച്ചോ? എപ്പോഴെങ്കിലും ദൈവത്തെ സ്തുതിച്ചോ? ഈ ബഗ്സിനെയും ദൈവം ഉണ്ടാക്കിയ, ഇവിടുത്തെ ജനത്തെയും ദൈവം ഉണ്ടാക്കിയ, ഈ സകല ഇതിനെയുള്ള ദൈവമേ. അപ്പോൾ കാതറിന് ആ ഒരു വലിയ ചിന്ത തൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. അപ്പോൾ കാതറിൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ലോർഡ് താങ്ക് യു ഫോർ ദിസ് ഫ്ലൈസ്, ലോർഡ് താങ്ക് യു ഫോർ ദ ബഗ്സ്, ലോർഡ് താങ്ക് യു ഫോർ ഓൾ ദ തിങ്സ്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും രാവിലെ തണുപ്പുള്ള സമയം ഇങ്ങനെ അടുത്ത് വരുന്നു. 8 മണിയായപ്പോൾ ഞങ്ങളെല്ലാം ബൈ വരാൻ പറഞ്ഞപ്പം കാതറിൻ പറയാ, ഞാൻ പോകുന്നില്ല. കാരണം എന്തുവാ? തൻ്റെ മനസ്സ് മാറി, തൻ്റെ ചിന്ത മാറി, തൻ്റെ അപ്രോച്ച് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഹെർ ഔട്ട്ലുക്ക്, വേൾഡ് വ്യൂ, ചിന്താഗതി ഒക്കെ മാറിയിട്ട് പറയാ, ഞാൻ പോകുന്നില്ല. രൂത്ത് പറഞ്ഞ പോലെ പറഞ്ഞു. എന്തോ പറഞ്ഞു? ഈ ദേശം എൻ്റെ ദേശം, ഇവിടുത്തെ ഈച്ച എൻ്റെ ഈച്ച, ഇവിടുത്തെ ചോറ് എൻ്റെ ചോറ്, ഇവിടുത്തെ തർക്കാരി, നേപ്പാളി തർക്കാരി, ഇവിടുത്തെ വെജിറ്റബിൾസ് എൻ്റെ വെജിറ്റബിള്, ഇവിടുത്തെ ചെടികൾ എൻ്റെ ചെടികൾ, ഇവിടുത്തെ ജനം എൻ്റെ ജനം. ഞാൻ പോകുന്നില്ല. അടുത്ത 15-20 വർഷം വളരെ കൂളായിട്ട് അവിടെ പ്രവർത്തിച്ച് ആദ്യത്തെ ഫർലോയ്ക്ക് പോയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഏതൊക്കെ ദേശത്തു നിന്ന് നമ്മളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുമ്പോൾ മുതൽ അയ്യേ ഇവിടുത്തെ ബാംബു ട്രീ കണ്ടോ, ഇവിടുത്തെ എന്തോ പാം ട്രീ കണ്ടോ, ഇവിടുത്തെ പ്ലേറ്റ് കണ്ടോ, ഇവിടുത്തെ ബെഡ് കണ്ടോ, ഇവിടുത്തെ അത് കണ്ടോ, ആളെന്നെ ഇങ്ങനെ നോക്കി, ആളെന്നെ ഇങ്ങനെ നോക്കി, ആളെന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കി. അങ്ങനെയൊക്കെയാണോ? അതോ എന്തോ പറയണ്ടേ? ഉറക്കെ പറഞ്ഞേ, ഈ സ്ഥലം എൻ്റെ സ്ഥലം, ഇവിടുത്തെ ചോറ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആയിരുന്നു. ഹിന്ദിയിലെ ചോറല്ല കേട്ടോ, മലയാളത്തിലെ ചോറ്. ഹിന്ദിയിലെ ഇല്ല സാറ് നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഹിന്ദിയിലെ ചോറ് വേറെ അർത്ഥമാണ് കേട്ടോ. ഇന്നലെ അവിടെ രസകരമാ. നമ്മുടെ ഇവിടുത്തെ ഈ മൂക്കാണ് അവിടുത്തെ ഇവിടവാ. ഇത് അവിടുത്തെ ഇതാ എന്ന് പറഞ്ഞ കണ്ണ് അവിടുത്തെ ഇതാ. അപ്പൊ ഇവിടെ വരുമ്പോൾ ചാനൽ വ്യത്യാസപ്പെടുന്നു, നല്ല പ്രൊഫഷണലും ആവും. കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാം വേറെയാ, ചോറും വേറെയാ. അപ്പൊ ഇവിടുത്തെ ചോറ് ഇവിടുത്തെ എൻ്റെ ചോറ്, ഇവിടുത്തെ സാമ്പാർ എൻ്റെ സാമ്പാർ. ഇവിടെ ഇരുന്നുകൊണ്ട് അയ്യോ കായംകുളത്തെ നമ്മുടെ സഹോദരൻ പറയാം, അയ്യോ എൻ്റെ കായംകുളത്തെ കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ കുടി നിർത്താൻ തോന്നത്തില്ല. അയ്യോ എൻ്റെ
പാലായില്, അവിടുത്തെ വീട്ടില്, എൻ്റെ റാന്നിയില്, എൻ്റെ കോഴഞ്ചേരില്, ഉയ്യോ എൻ്റെ മോനുണ്ടല്ലോ. ഹലോ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്? അല്ല, എന്താ ഇനി ഇപ്പം അല്ലേ ഞാൻ അത് നമ്മൾ പറയണം അല്ലേ? നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളൊക്കെ പോയവർക്ക് നമ്മുടെ കേരളത്തിലെ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും ഇവിടുത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് എവിടെയാ? ഇവിടാ. ഇതെൻ്റെ ദേശം, എൻ്റെ രാജ്യം. അതുകൊണ്ടാണ് ഇതെൻ്റെ മാതൃരാജ്യം. ദിസ് ഈസ് മൈ ഇന്ത്യ, ദിസ് ഈസ് മൈ കേരള. ഇത് എൻ്റെ കേരളമാണ്, എൻ്റെ ദേശമാണ്. എന്നെ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പം ഞാൻ അനാംസിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുമ്പോൾ അയ്യോ ഞാൻ നേപ്പാളിലായിരുന്നപ്പം അവിടുത്തെ ജനമെല്ലാം എന്നെ കയ്യെ കൊണ്ടു നടക്കുമായിരുന്നു. ഞാൻ അവിടുത്തെ രാജാവായിരുന്നു, ഞാൻ അവിടുത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഞാൻ അവിടുത്തെ അതായിരുന്നു. ഇവിടെ കണ്ട് എന്നെ ആദരിക്കാനല്ല. അങ്ങനെ ഇരുന്നാൽ എന്നും പിറുപിറുപ്പ്. നമ്മുടെ കാതറിൻ്റെ കൂട്ട ഈച്ച 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറയണം? ഇവിടെ സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എന്തുവാ? എനിക്ക് മക്കളോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരിക്കാം, ഓക്കെ, അതൊരു കാലഘട്ടം. പക്ഷെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുമ്പം ഇവിടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ ദൈവമേ ഈ നല്ല പ്രഭാതം എനിക്കായി തന്നതിന് നന്ദി. ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടല്ലേ, എൻ്റെ ചെരുപ്പിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നത് നിർത്തിയത് എന്തുവാ? എൻ്റെ 2 കാലും ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോഴാണ്. മനസ്സിലായോ? ഞാൻ എൻ്റെ അല്പം കീറിയ ഉടുപ്പിനെ കുറിച്ച് കുറ്റം പറയുന്നത് നിർത്തിയത് എപ്പോഴാ? ഒരു കൈയില്ലാത്ത ഒരുത്തിനെ കണ്ടപ്പോഴാ. അപ്പൊ അതിനു മുമ്പ് അങ്ങനെയല്ല ചെയ്യണ്ടേ. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തന്ന ഈ സ്ഥലം ചിലപ്പോൾ ചില പരിമിതികളൊക്കെ കാണും. പ്രത്യേകിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് പോലും പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാം അല്ല, ഈ പരിമിതികളില്ലാത്ത എല്ലാം ബൈബിള് പറയുന്ന ഈ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ, അവിടെ സ്വർഗത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ഈ ലോകത്തെ സ്നേഹിച്ചു. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളൂ. യേശു കർത്താവിൽ വിശ്വസിച്ച് നിത്യതയിൽ എത്തണം. അതാ വചനം പറയുന്നത്. സ്വർഗം സകലത്തിൻ്റെ ഒന്നിന് നമുക്ക് അവിടെ കർത്താവ് രോഗമില്ല നാട്, ദുഃഖമില്ല നാട്, കഷ്ടതയില്ല നാട്, എല്ലാത്തിനും ആ നിത്യദേശത്തെത്തുവാൻ നമുക്കിടയാകണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പിറുവിറുപ്പ് നിർത്തണം. പിറുവിറുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇതിനെല്ലാം കാണുന്നത് വ്യത്യസ്ത രീതിയിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓർക്കായിരുന്നു, ഒരിക്കൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു ബീഹാർ ഒറീസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ഉണക്കാം, ഭയങ്കര വെയിലാണ് അവിടെ. സമയം തീർന്നു, 2-3 മിനിറ്റ്. ഓക്കെ, ഒരു കഥയോടെ പറയട്ടെ. ഇഷ്ടമാണോ കേൾക്കാൻ? വേണ്ടായോ? ഇഷ്ടം. ഓക്കെ. ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മളെല്ലാം ദൈവത്തിന് വരും കുഞ്ഞുങ്ങൾ. ചില സമയത്ത് നമ്മുടെ എല്ലാ ഉള്ളിലൊരു ചെറിയ കുഞ്ഞുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ ഞാനിങ്ങനെ താമസിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ഉണക്കം എന്ന് പറഞ്ഞാൽ എല്ലാം വരൾച്ചയായി, പച്ചപ്പുല്ലൊന്നുമില്ല. പശുവിന് ഇഷ്ടം എന്തോ കഴിക്കാനാ, എന്താ തിന്നാനാ ഇഷ്ടം? പച്ചപ്പുല്ല് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ പച്ചപ്പുല്ല് കിട്ടാനില്ല, എല്ലാം ഉണങ്ങി, വൈക്കോല് മാത്രം. അപ്പോൾ ഈ കൃഷിക്കാരനൊരു പണി ബുദ്ധി തോന്നി. എന്താണെന്നറിയോ? പുള്ളിക്ക് ഒത്തിരി പശുവൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യയിൽ അവിടെ ഒത്തിരി പശുക്കളും ഒക്കെ ഉണ്ട്. ഈ കൃഷിക്കാരന് എന്ത് ചെയ്യുന്നറിയോ? ഒരു പച്ച കണ്ണാടി ഉണ്ടാക്കി. പച്ച കണ്ണാടി ഉണ്ടല്ലോ, ഇതുപോലെ ഉള്ള ഗ്ലാസ്, ഒരു പച്ച വലിയ കണ്ണാടി ഉണ്ടാക്കിയിട്ട് ഈ പശുവിൻ്റെ മുഖത്തിങ്ങനെ ഫിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഇത് പശു അല്ല കേട്ടോ, ഇതെൻ്റെ ഗ്ലാസ്സാ. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പശു നോക്കിയപ്പോൾ എന്തുവാ? എല്ലാം പച്ചയായിട്ട് കണ്ടു. അപ്പോൾ എന്താ ചെയ്യാൻ തുടങ്ങി പശു? ഇത് പശു തിന്നാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഈ ലോകത്തെ കാണുന്ന, ഞാനാണേലും സപ്പോസ് ഇപ്പോൾ അനാംസി വന്നു, പ്രിയപ്പെട്ടവരെ പോലെ എന്നും അവിടെ വരും ആളുകൾ. അപ്പോൾ ഓരോ വലിയ കഥകളെല്ലാം. അപ്പം മടുത്തു, കേട്ട് മടുത്തു. അങ്ങനെ തോന്നാതിരിക്കണം എന്ത് ചെയ്യണം? ഞാൻ അദ്ദേഹത്തെ ദൈവത്തിൽ കൂടെ കാണും, കർത്താവിൽ കൂടെ കാണും. എത്ര കണ്ടാലും എനിക്ക് പിന്നെ മടുക്കത്തില്ല, എത്ര സഹായിച്ചാലും എനിക്ക് മടുക്കത്തില്ല. കർത്താവ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചപ്പോഴും യേശു കർത്താവിൻ്റെ മനസ്സ് മടുത്തിട്ടില്ല. ഇവിടെ എന്നെ സ്നേഹിക്കുന്ന അല്ലെ ഈ സ്ഥലത്ത് ഇത്രമാത്രം ത്യാഗത്തോടെ പ്രവർത്തിക്കുന്ന പ്രിയ സാറുമാർ, പ്രിയപ്പെട്ട ആൻറ്റിമാരൊക്കെ ഉണ്ട്. ഒരിക്കലും മടുത്തു പോകരുത്. കാരണം എന്തുവാ? ക്രിസ്തുയേശുവിൽ മടുപ്പില്ലാതിരിക്കേണ്ടതിന്. ഇവിടെ പാർക്കുന്ന നിങ്ങളെന്താ വെച്ചിട്ടുണ്ട്? നമ്മളെന്താ ചെയ്യണ്ടേ?
അയ്യോ ഈ സാറുമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. അപ്പൊ കർത്താവിൽ കൂടെ കാണണം. ഉണക്കക്കച്ചി മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പച്ചക്കണ്ണാടി എടുത്തങ്ങ് വെച്ചേക്കണം. എന്നിട്ട് എന്താ കാണണം? കർത്താവിൽ കൂടെ കാണണം. നിങ്ങളെ സഹായിക്കുന്ന ആന്റിമാർ, ചേച്ചിമാരുണ്ട്, ഇവിടെ ആന്റിമാരുണ്ട്. അവരെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഗ്യാദറിന്റെ കൂട്ട്. അപ്പോൾ ഇനിയും തൊട്ട് എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പോന്നേ? അയ്യേ എന്തോ രസമായത്, ഒരു രസമില്ലാത്ത രസം. അങ്ങനെ അത് പറയണ്ടേ? അല്ല, കർത്താവേ എന്താ പറയണ്ടേ? ഉറക്കെന്ന് പറഞ്ഞേ, ഞാൻ നിർത്താൻ പോവാ. ഉറക്കെന്ന് പറഞ്ഞേ, ഇനി എന്താ പറയാൻ പോണ്ടേ? നല്ല രസം. സാറ് പറയുന്നത് രസമുള്ള രസം. സാമ്പാറ് നല്ല രസം, ചോറ് നല്ല രസം. അത് തന്നെ. അപ്പം പിറുപിറുപ്പ് ഇതെനിക്കിവിടെ ബാധവാ, നമുക്കെല്ലാം ബാധവാ. പിറുപിറുത്തോണ്ട് നമ്മൾ എന്ത് ചെയ്താലും എന്തില്ല. അപ്പൊ അത് അങ്ങനെ ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തോ പറ്റൂ, നമ്മളെപ്പോഴും ടെൻഷനും പിറുപിറുപ്പാണെങ്കിൽ എന്തുണ്ടാവും? ഇതിനകത്ത് ആകെപ്പാടെ പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് അസിഡിറ്റി ഉണ്ടാവും, അൾസർ ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് പറ്റാൻ പോകുന്നത്? രാവിലെ നമുക്ക് ലണ്ടനിലൊക്കെ പോകാൻ വലിയ പ്രയാസം വരുന്നത്. മനസ്സിലായോ? അതെന്തുകൊണ്ടാ? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കുണ്ടാ. അതുകൊണ്ട് ഇതിനെല്ലാം ഇന്നത്തെ ഈ മീറ്റിംഗ് മുഖാന്തരം നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. എൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറണം, എൻ്റെ ഔട്ട്ലുക്ക്, എൻ്റെ ദർശനം ഒന്ന് മാറണം, എൻ്റെ ചിന്താഗതികളൊന്ന് മാറണം, എൻ്റെ ഇടപാടുകളൊന്ന് മാറണം. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ചേച്ചിമാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല നോക്കണ്ടേ, ഹായ്, കണ്ട വ്യത്യാസം? അങ്ങനെ ഇടപെടുവാൻ ഇടയാകണം. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പം എത്ര വർഷമായി എന്നാ പറഞ്ഞ ജോർജ് സാറ് പറഞ്ഞ 27 വർഷം കഴിഞ്ഞു. അഭയഭവന് എത്ര വർഷമായി? എത്രയൊക്കെ ആയി? 31. അയ്യോ, 31 years. ഒരു ചെറിയ വർഷമല്ല. അനേക കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവിടെ ഈ സാറന്മാർക്കും ആന്റിമാർക്കും വേറെ പണിയില്ലാഞ്ഞിട്ട് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവമേ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇവിടെയാണ്. ഈ സ്ഥലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ഭക്ഷണത്തിനായി, ഇവിടുത്തെ ഫെസിലിറ്റി. എനിക്ക് ചെറിയ നമ്മളെല്ലാം വീട്ടിലൊക്കെ ഒറ്റ മുറിക്കകത്തൊക്കെ നല്ല രാജകുമാരൊക്കെ ബാധിച്ചൊക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പം ഒന്നിച്ച് താമസിക്കുവാൻ ഇത്രയും നല്ല സഹോദരങ്ങളെ ദൈവം തന്നില്ലേ? വരും ദിവസങ്ങളിൽ ആ നല്ല ചിന്തയോടെ, നല്ല പ്രത്യാശയോടെ നമുക്ക് കർത്താവ് ഇന്നുവരെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ആയുസ് തന്നിട്ടുണ്ടോ അത്രോളം ചെലവഴിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഈ അഭയഭവന് നേതൃത്വം നൽകുന്ന എല്ലാ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സ്നേഹവും നന്ദിയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇവിടെ അന്ത്യവാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ബൈബിളിലെ ഒരു വാക്യം ഇങ്ങനെയാണ്, നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹം. ബാക്കി എല്ലായിടത്തും തിരിച്ചാ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യണം? മേടിക്കണം. പക്ഷെ ബൈബിളിൽ പറയുന്നത് കൊട് നൽകപ്പെടും, അളക്കപ്പെടും. അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ചിരി വേണമെങ്കിൽ ചിരി കൊടുക്കണം. പക്ഷെ എൻ്റെ മുഖം എപ്പോഴും തേനീച്ച കുത്തിയോലായിരിക്കുന്നത്. അപ്പോട്ട് ഞാൻ കംപ്ലൈൻറ്റ് പറയും, എന്നെ നോക്കി ആരും ചിരിക്കുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യം വരുന്നു, നീ ചിരിച്ചായിരുന്നോ? നീ വാർഡനാൻറ്റിയെ നോക്കി ചിരിച്ചായിരുന്നോ? ഇന്ന് വാർഡനാൻറ്റി എന്നെ നോക്കി ചിരിച്ചില്ല. കുഞ്ഞുമോളെ നോക്കി 5 പ്രാവശ്യം ചിരിച്ചു, എന്നെ മാത്രം നോക്കി ചിരിച്ചില്ല. പക്ഷേ ഒരു ചോദ്യം, ഞാൻ ചിരിച്ചായിരുന്നോ? ചിരിക്കണം, സ്നേഹിക്കണം. ഹലോ, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, താങ്ക് യു ഇതൊക്കെ പറയാൻ പഠിക്കാൻ. ഇവിടെയായിട്ട് സമയം പോയി, അതുകൊണ്ട് ഞാൻ നിർത്തുക. ഗോഡ് ബ്ലസ് യു. നൈസ്. ചുരുക്കമായിട്ട് 2 കാര്യങ്ങൾ പറയാം. ഇത് നമ്മുടെ സൗഹൃദ വേദിയാണ്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഇവരെ കൂട്ടി ഞങ്ങളും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇവരോട് ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. പ്രധാനമായിട്ട് അവർ ഇന്നിപ്പോൾ കുറേ പാട്ട് പാടുകയും അവർക്ക് വലിയ പറയാനുണ്ട് പറയും, അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇവിടെ നടന്നതായിട്ടുള്ള സംഗതി, ഇത്രയും നേരം നമ്മളിവിടെ ചെലവഴിച്ചു. ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു ഇത്. വളരെയധികം ഇവരിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അതെല്ലാവർക്കും സൂട്ടബിളായിട്ടുള്ളത്, ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള അമ്മച്ചിമാർക്കും വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതെല്ലാം. ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു, ഇവിടെ എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞു അവരുടെ മദ്യപാനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതായ കാര്യം.
പ്രധാനമായിട്ട് അവർ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇവരെന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? പ്രധാനമായിട്ട് ജോർജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവരുടെ സാക്ഷ്യത്തിലെല്ലാം സ്ട്രെസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഇവർ രക്ഷപ്പെട്ടത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരു ഇൻസ്റ്റൻസ് പറയാനുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ്റെ ഭർത്താവ് കൂർഗിലൊരു വലിയ എസ്റ്റേറ്റ് ഉള്ള ഒരാൾ. അങ്ങേര് വളരെ സ്ഥലം പണമുള്ള ആളാണ്, വലിയ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്രമേണ ഒടുവിലോട്ട് വന്ന് കുടിച്ച് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കരൾ വരെ സോക്കേടായി. ആളുകൾ ഇവരെ കൊണ്ടുപോയി വെല്ലൂര് ട്രീറ്റ്മെൻറ്റ് പല നാളുകൾ ചെയ്തു. അവിടെ കിടന്ന് ശുശ്രൂഷിച്ചു. ഡോക്ടർമാർ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. എന്നിട്ടും ഈ മദ്യപാനത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളോ കാര്യങ്ങളോ കൗൺസിലിങ്ങോ ഒന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. ഒടുവിൽ കുറച്ചെങ്കിലും അദ്ദേഹം മരണമടഞ്ഞു. ഈ സോക്കേടും കാര്യമൊക്കെ വന്നായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞവരിൽ നിന്നെല്ലാം മനസ്സിലായ ഒരു കാര്യം, രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ ഉള്ളൂ. ദൈവം പ്രവർത്തിക്കണം. അതാണ് അനാംസ് ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അനാംസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മുടെ തോമസ് പി ജോർജ് അച്ഛനിൽ നിന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെയെല്ലാം പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളെ ദൈവം രക്ഷിച്ചു, സഹായിച്ചു എന്നുള്ളതായ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ജോർജ് എബ്രഹാമും കൂട്ടരും എല്ലാവരും വന്നിട്ടും. സി വി ജേക്കബ് സാറിനെ എനിക്ക് പണ്ട് മുതലേ അറിയാം. അദ്ദേഹം വളരെ തീഷ്ണതയുള്ള ഒരു സുവിശേഷ പ്രവർത്തകനാണ്. എവിടെ ചെന്നാലും ബൈബിൾ സെമിനാരിയിലെ അധ്യാപകൻ, മറ്റ് സുവിശേഷ വായിലുള്ള തീഷ്ണമായ പ്രവർത്തനം, ഇന്ത്യയിൽ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ചവൻ, എനിക്ക് വളരെ ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരാൾ. ഇന്നിവിടെ വന്ന് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്. എന്തുവാ അത്? പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞതിനുള്ള ഒരാശയം എന്നതാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സ്തോത്രം പറഞ്ഞ് ജീവിക്കുകയും ചെയ്യണം. ഉള്ളത് തന്നതിനുള്ള സ്തോത്രം, ഈച്ചയ്ക്ക് വരെ സ്തോത്രം ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നമുക്കുള്ളതിനെക്കുറിച്ച്, അതാണ് ആളുകൾ പിറുപിറുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ് വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നുള്ള വാക്ക് വളരെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള കുറേ സമയം നമുക്കിവിടെ ലഭിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിവിടെ വന്നതിന് വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സാക്ഷ്യം, സി വി, ജോർജി, എല്ലാവരും ഇവിടെ വന്നതിന് വളരെയധികം നന്ദി പറയുന്നു. അഭയഭവൻ്റെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അഭയഭവൻ്റെ അംഗങ്ങൾ, ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നു. പരിശുദ്ധ ദൈവമേ, നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുവാനും കേൾക്കുവാനും കണ്ട് കർത്താവിൽ സന്തോഷിപ്പാനും അവിടുന്ന് സഹായിക്കുന്നില്ല. പ്രത്യേകിച്ച് ആർക്കും വേണ്ടാത്തവരെ, ആരും ഇല്ലാത്തവരെ തേടിയെത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കാൻ ഇടയാക്കിയല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച വചനവും ഞങ്ങളെ കാണിച്ചു തന്ന സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങളതിനായിട്ട് നന്ദി കരയറ്റുന്നു. പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. അപ്പോൾ അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ കരുതലാണ്, അവിടുത്തെ ദയയാണ് ഞങ്ങളൊക്കെ. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, എൻ്റെ കാലുകളെ സമനിലത്ത് ഉറപ്പിച്ചിരിക്കുന്ന ദൈവമേ അവിടുത്തേക്ക് നന്ദി. ഞങ്ങളെ കേൾപ്പിച്ചത് അതാണ്. ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന ഇടത്ത്
സന്തോഷത്തോടെ ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. ഈ നന്ദി ഞങ്ങളിൽ നിന്ന് എപ്പോഴും വെളിവാക്കുവാൻ തക്കവണ്ണം മടി കൂടാതെ സ്തോത്രമെന്ന അധരയാഗം അർപ്പിച്ചുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുകയും പ്രിയപ്പെട്ടവരിൽ ആനന്ദിക്കുകയും അവർക്ക് ഞങ്ങളൊക്കെ ഒരു പ്രചോദനമായി തീരുവാനിടയാണ്. ഇന്ന് കടന്നു വന്ന് ഇവിടെ സുവിശേഷം പറഞ്ഞു താവേ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. അതെ, അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പിരുന്നുള്ള ആ വാക്യത്താൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം.